മദ്രസയിലെ ഉസ്താദിന് അതൊരു കടിയായിരുന്നു. ഇപ്പം ആ കടി മാറി. കാരണം ഇപ്പം മദ്രസയിൽ നിന്നാണ് ടൂർ പോകുന്നത്. അപ്പം മദ്രസയിൽ നിന്ന് ടൂർ പോകുന്ന സമയത്ത് ഇവർക്ക് പറയാനൊന്നുമില്ല. ഇപ്പം മദ്രസയിലെ കാലത്ത് ടി വി ശൈത്താൻ പെട്ടിയാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് സബ്സ്ക്രൈബിന്റെ ബട്ടൺ അമർത്തണേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതേ ടി വിയിലൂടെ ഇസ്ലാമിക പ്രഭാഷണം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തുടങ്ങിയത്. പഴയ കാലത്തെ ടി വി ഉപയോഗവും ഇപ്പോഴത്തെ ടി വി ഉപയോഗവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ നല്ല നല്ല വാർത്താ ചാനലുകൾ, കുട്ടികൾക്ക് പഠിക്കാൻ, ഇങ്ങനെ തുടങ്ങി പല അപ്ഡേഷനുകളും ടി വിയിൽ വന്നിട്ടുണ്ട്. പണ്ട് അങ്ങനെയല്ല, സിനിമ കാണാൻ വേണ്ടി മാത്രമായിരുന്നു അന്ന് ടി വി ഉണ്ടായിരുന്നത്. ആ ഒരു ചാനൽ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഉസ്താമാര് പറഞ്ഞത്, പണ്ട് കാലത്ത് ഉസ്താമാർ അങ്ങനെ പറയാൻ കാരണം ടി വിയെ കാണരുത് എന്ന്. സ്കൂളിലെ ടൂർ പോലെ അല്ല മദ്രസയിലെ ടൂർ. ഞാനീ പറയുന്നത് മുസ്ലിങ്ങളോടാണ്. ഇനി ബാക്കിയുള്ളവർ അതിൻ്റെ ഇടയിൽ വന്ന് പൊങ്കാലിടാൻ നിൽക്കണ്ട. മദ്രസയിലെ ടൂർ എന്ന് പറഞ്ഞാൽ സിയാറത്താണ്. സ്കൂളിലെ ടൂർ എന്ന് പറഞ്ഞാൽ വെറും എൻജോയ്മെന്റ് മാത്രമാണ്. മദ്രസയിലെ ഈ ടൂറിൽ ഹറാമായിട്ടുള്ള ഒരു സംഗതികളും ഉണ്ടാവില്ല. ബസ്സിൽ സിനിമ ഇടൂല, പാട്ടിടൂല, ഇങ്ങനെ തുടങ്ങിയ ഹറാമായിട്ടുള്ള ഒരു സംവിധാനം, ഒരു സംഗതികളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ സ്കൂളിലെ ടൂർ അങ്ങനല്ല. അതൊരു എൻജോയ്മെന്റ് ആണ്. ആ ടൂർ ആ ലെവലിലേ ഉണ്ടാവുള്ളൂ. ദീൻ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഉസ്താദുമാർ നല്ല നല്ല കാര്യങ്ങൾ പറയും. അതിനൊരിക്കലും കടി എന്ന് പറയരുത്. സോഷ്യൽ മീഡിയയിലൂടെ നമ്മളൊരു കാര്യം പറയുമ്പോൾ A to Z പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ പറയാം. അല്ലാതെ എവിടെന്നെങ്കിലും അതും ഇതും കേട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ നിൽക്കരുത്.